Hello guys, welcome back. A very warm evening to everyone. Everyone എന്ന് പറയുമ്പം നമ്മുടെ ലിസണേഴ്സും പെടും, എൻ്റെ ബെസ്റ്റ് ബഡീസായ സന്ദീപും അരുണും പെടും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മളെ ഒരു എപ്പിസോഡ് ഹിറ്റ് എന്നല്ലെങ്കിലും വളരെ അല്ലേ, വളരെ ഒരു ഹിറ്റ് അല്ലെങ്കിലും എന്ന് പറഞ്ഞത് അല്ലെങ്കിലും നമ്മളെ പ്രൊഡക്റ്റിനെ താത്തി കിട്ടാൻ പാടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെയ്തെടുത്തില്ലേ, ഒരു ദിവസം രാവിലെ ഇരുന്നു, പിന്നെ നമുക്ക് പിന്നെ പറയാൻ പറ്റുന്ന പോലെ പറഞ്ഞു. അത് വളരെ പ്രസന്റബിൾ ആയിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡും എല്ലാം അരുണും സന്ദീപും കൂടെ അത് വളരെ മികച്ചമാക്കി തന്നെ എൻ്റെ ഒരു അഭിപ്രായം. സ്പെഷ്യലി ഒരു തുടക്കക്കാരെന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് പൊതുവെ ഇങ്ങനെ വെറുതെ സോപ്പ് അടിക്കുന്ന ടീമൊന്നും അല്ല, എനിക്കറിയാലോ. അങ്ങനെ ഷുഗർ കോട്ട് ചെയ്തിട്ട് പറയുന്ന ആൾക്കാരൊന്നല്ല നമ്മുടെ ഫ്രണ്ട്സ്. അവർ ഓപ്പണായിട്ട് പറഞ്ഞിരുന്നു അവര് കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ, തെറ്റുകുറ്റം എന്ന് പറയാൻ പറ്റില്ല, അത് ഫസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ എന്തായാലും പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇനി അത് വളരെ നല്ല സ്റ്റാർട്ടായിരുന്നു. നമുക്ക് ഇനി അങ്ങോട്ട് മൂവ് ഫോർവേഡ് അല്ലേ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കായിരുന്നു വേണ്ട. നമുക്ക് എനിക്കൊന്ന് നമ്മൾ പിന്നെ സ്ഥിരം അരുണിന്റെ വീട്ടിൽ നമ്മൾ രണ്ടാളും വന്ന് സംസാരിക്കുമ്പോൾ പലപ്പോഴുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യം തന്നെയാണ് ഈ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് അല്ലേ. പിന്നെ നമുക്ക് മാത്രമല്ല പൊതുവെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ജെൻസിയിലേക്ക് ജനറേഷൻ ഗ്യാപ്പ് അല്ലെ ജനറേഷനിലേക്ക് മാറും. നമ്മളെ ജനറേഷനിലുള്ള കാര്യങ്ങളും ഇപ്പോഴുള്ള ജനറേഷനിലെ കാര്യങ്ങളും എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ എങ്ങനെയാണ് കോപ്പപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം. ജെൻസി എന്ന് വിളിക്കുന്നത് നമ്മളെ കാറ്റഗറി അല്ല. ജെൻസി എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് മേ ബി ആഫ്റ്റർ 2000 ശേഷം എല്ലാം ജെൻസി തന്നെയല്ലേ. അങ്ങനെ ആ നോമൻക്ലേച്ചർ മില്ലേനിയൽസ് എല്ലാം പറയുന്നില്ലേ. നമ്മൾ ജെൻ വൈ ആണ്. നമ്മള് ഏയാൻ തോന്നുന്നു. നമ്മള് ലേറ്റ് 80s അല്ലേ, നിയറിങ് 90s നമ്മളെ സ്വഭാവം വെച്ചിട്ട് ജനറേഷൻ എ തന്നെയായിരിക്കും നമ്മൾ. എന്റെ ഭാര്യ പോഡ്കാസ്റ്റ് കേൾക്കാനുണ്ടാ, ആരോട് കേട്ടപ്പോ നമ്മള് റോ ആയിരിക്കണം, അത്രയില്ലല്ലോ. അൺഫിൽറ്റേർഡ് അൺപ്ലഗ്ഡ് അതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ തോട്ട്സ് പങ്കുവെക്കുക. അതായത് നമുക്ക് ഒരു ജനറേഷൻ ഷിഫ്റ്റ് എന്തായാലും വന്നിട്ടുണ്ടല്ലോ. അത് നമ്മളെ ലൈഫ് സ്റ്റൈലിലായാലും ശരി, നമ്മളെ സ്വഭാവത്തിലായാലും ശരി, നമ്മളെ ചുറ്റുള്ള ആംബിയൻസ് മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വഭാവം മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആൾക്കാർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു അതേ രീതിയിലായിരിക്കുമല്ലോ നമ്മൾ അങ്ങോട്ടും പെരുമാറുക. പണ്ട് എനിക്കെല്ലാം ഓർമ്മയുണ്ട്, നമ്മളെ നാട്ടിൽ എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ്. അപ്പോൾ പുള്ളിക്കാരി എൻജിനീയറിങ്ങിൽ ആദ്യമായിട്ട് സീറ്റ് കിട്ടുന്നൊരു പിന്നെ പെൺകുട്ടി ചേച്ചിയായിരുന്നു. അപ്പം അവർ കിട്ടിപ്പോകുമ്പം പിന്നെ ഒരു പാൻറ് ഇട്ടാലോ, പാൻറ് ഷർട്ടൊക്കെ ഇടുമ്പോൾ വലിയ പിന്നെ സംസാരം, വിവാദമൊക്കെ. നമ്മളെ നാടിന് ചേരുന്നതാണോ അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംസാരം. ഇന്ന് അതേ അമ്മാവൻ്റെ മകളുടെ മകള് പിന്നെ ഇതിനേക്കാളും പിന്നെ ബോൾഡായിട്ടുള്ള ഡ്രസ്സ് ചെയ്യുമ്പോൾ അതൊരു വിഷയമല്ല. അപ്പൊ കാലം മാറി, ഇപ്പൊ അവരുടെ സ്വഭാവം മാറി. അതുപോലെയാണ് കാര്യങ്ങൾ. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും പെൺമക്കളെ അച്ഛനന്മാരെ ഉണ്ട്, അവര് വലുതായി കഴിഞ്ഞിട്ട് അത്യാവശ്യം റിവീലിംഗ് ആയിട്ടുള്ള ഒരു കുപ്പായി ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾ അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അത് ഞാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ, അതിനുള്ള കാരണം നിങ്ങൾ ഏത് ജനറേഷനിൽ ജനിച്ചോ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിൽ ജനിച്ചോ എന്നുള്ളതാണോ, അല്ല നിങ്ങളെ അച്ഛൻ എന്നുള്ള രീതിയിലുള്ള അവരോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കെയറിൻ്റെ പുറത്തായിരിക്കും? അല്ല, അതിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയത് അത് നമ്മളെ ലൊക്കേഷനനുസരിച്ചിരിക്കും. ഇപ്പം നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ഫാമിലിയിലെ ആൾക്കാരായാലും നമ്മൾ അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റിലൊക്കെ പോകുമ്പോൾ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ അതിനെ എങ്ങനെ കാണുന്നു. അതേസമയം നമ്മൾ തന്നെ മാത്രമാണോ നമ്മുടെ പ്രശ്നം? അതായത് അല്ല, എനിക്ക് പ്രത്യേകിച്ച് തോന്നിയൊരു കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ദുബായിൽ പോകുന്ന ടൈമൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് അങ്ങനെ മോഡേൺ ടൈപ്പ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ യൂസ് ചെയ്താൽ നോ വൺ കെയർസ്. എനിക്ക് പേഴ്സണലി അതൊരു പ്രശ്നമല്ല. പക്ഷേ നമുക്കിപ്പോൾ നാട്ടിലുള്ള ആൾക്കാരൊക്കെ, ഇവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ അതൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും, കളിയാക്കൊക്കെ ചെയ്യുമ്പോൾ മേ ബി അത് നമ്മളെന്ത് ഹേർട്ടാവില്ല എന്ന് പറഞ്ഞാലും മേ ബി ഒരു ചെറിയ രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതൊരു ഫാക്ടറാണ്. അല്ല, ഇതെനിക്കൊന്ന് പലർക്കും റിലേറ്റബിൾ ആണ്. നമ്മളെ ഫാമിലീസിൽ ഇവിടെ ഒരു ടൈപ്പ് ഡ്രസ്സിങ് ആണെങ്കിൽ അവരൊക്കെ ഒരു വെക്കേഷന് പോകുമ്പോൾ അല്ല ടൂറിന് പോകുമ്പോഴായിരിക്കും അവർ ഇടാൻ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ഒരു പുറത്ത് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇനി ഔട്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിലും ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നമ്മളെ ഈ ലൊക്കാലിറ്റി നമ്മളെ അറിയുന്നവർ ഉള്ള ചുറ്റുപാടിൽ നിന്ന് നമ്മൾ മാറുമ്പോഴത്തേക്ക് നമുക്ക് ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന വേഷങ്ങൾ നമ്മൾ ധരിക്കുക. അതിലൊരു സംതൃപ്തി കണ്ടെത്തുന്ന എല്ലാവർക്കും റിലേറ്റബിളാണ്. കൂടുതലും ഒരു പേരൻ്റ് എന്ന നിലയിൽ
നമ്മളൊരു എക്സ്ട്രാ കെയറിങ് ഉണ്ടാവില്ലേ. ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അവരുടെ പിന്നെ ഓഫ്സ്പ്രിങ്സ് ഒരു പാർട്ട്ണറിനെ കണ്ടെത്തി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷേ ഇപ്പം ചിലപ്പോൾ ഒരു പെൺകുട്ടിക്ക് എപ്പോഴെങ്കിലും ബോയ് ഫ്രണ്ട് ഉണ്ടാവണം തന്നെയല്ലേ നമ്മളെല്ലാവരും. പക്ഷെ എന്നാലും ഉണ്ട് എന്നുള്ള ഫസ്റ്റ് ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ അതായത് വേറൊരു ആള് ഇനി അവരെ കെയർ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഇല്ല. അത് ഇനിയും ഫിഗർ ഔട്ട് ആയില്ല. നമ്മളിപ്പം പെൺകുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടികളുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരാണ്. അത്ര 4 കൊല്ലമായിട്ടേ അച്ഛനായിട്ടുള്ളൂ, അല്ലെങ്കിൽ അത്ര വർഷമായിട്ടില്ല. അപ്പം ഇത് നീ ചോദിച്ച ചോദ്യത്തിന് ആൻസർ ഫിഗർ ഔട്ട് ചെയ്യണ എനിക്കൊന്ന് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് നമ്മള് ഈ ചെറുപ്പത്തില് ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിരിക്കുമല്ലോ, നമ്മള് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നത്. ജീവിതത്തിൽ ഇങ്ങനെ ഓരോ സ്റ്റേജിൽ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോ എക്സ്പീരിയൻസ് ഇങ്ങനെ കയറി വരുമ്പം ചില സാധനങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങളില്ല, 1 or 2 ഉത്തരങ്ങളേ ഉള്ളൂ എന്നുള്ളൊരു സാധനം വരുമല്ല. അപ്പൊ ഞാൻ പതിയെ ഇങ്ങനെ ഞാനും പതുക്കെ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയും ചിന്തിക്കുന്ന പോലെ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മള് പണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഐഡിയലിസം പറയും, ഭയങ്കര ആദർശം പറയും. പക്ഷെ മുന്നോട്ട് വരുമ്പോൾ നമ്മളുടേതായ ഒരു സങ്കുചിതമായ ഒരു നിലപാടിലേക്ക് ഒതുങ്ങി പോകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം. ആ ഒരു ഐഡിയലിസോ അല്ലെങ്കിൽ ആ ഒരു വളരെ എന്താ പറയുക ഒരു ഓപ്പൺ ആൻഡ് വൈഡ് ആയിട്ടുള്ള ഒരു വേൾഡ് വ്യൂ ഒന്നും ഇല്ല. നമ്മളുടേതായ അനുഭവങ്ങളുടെ പുറത്തും നമ്മളുടേതായ ഒരു ഐഡിയോളജീൻ്റെ പുറത്തേക്കും അതിനിങ്ങനെ അതിർത്തികളിട്ട് ഇങ്ങനെ വരമ്പ് കെട്ടി വേലി കെട്ടി. ഈ കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു കൾച്ചറിന് നമുക്ക് തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇല്ല, പറയാൻ പറ്റില്ല. ഈ ഇന്ന കൾച്ചർ ശരിയാണ്, അമേരിക്കൻ കൾച്ചർ പ്രകാരം അമേരിക്കയിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന വസ്ത്രം ധരിക്കാം, ഇങ്ങനെ ഭക്ഷണം കഴിക്കാം എന്നുള്ളത് ശരിയും, അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് വരുമ്പോൾ അത് മോശമാണോ അല്ലെ തെറ്റാണോ എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റൂല. ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും പറയാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് ബേസിക്കലി റിലീജിയനിലൊക്കെ ആൾക്കാർ ഇപ്പോൾ ജനിക്കുന്നത് ഒരു പർട്ടിക്കുലർ റിലീജിയനിലാണെങ്കിൽ അവർക്ക് ആ റിലീജിയനിൽ പറയുന്ന കാര്യങ്ങളാണ് റൈറ്റ് എന്ന് അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ ജനിച്ച ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള കൾച്ചറിനോട് നമുക്ക് അതാണ് റൈറ്റ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതേസമയം നമുക്ക് ഗ്ലോബലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതാണ് റൈറ്റ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വെസ്റ്റേൺ കൾച്ചറാണോ അല്ല ഇന്ത്യൻ കൾച്ചറാണോ അത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മളുടെ ജനറേഷനിലെ ആൾക്കാർക്ക് നമുക്കൊരു മിക്സഡ് ഫീലിങ്സ് ആണ് ഈ ഒരു കാര്യത്തിൽ. മിക്സഡ് ഫീലിങ്സ് കാരണം നമ്മൾ ഏർലിയർ ജനറേഷൻസ് അത് തീർത്തും തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ കഴിഞ്ഞിട്ട് വന്ന ജനറേഷൻസ് കുറേ കൂടി മോഡേൺ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇതിലൊരു മിക്സഡ് ഫീലിങ്സ് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നത് ഇത് ജനറേഷൻ ബൈ ജനറേഷൻ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞ ആൾക്കാർ കുറേ കൂടി ഒരു വെസ്റ്റേൺ കൾച്ചറിലോട്ട് പോകുന്ന ഒരു ട്രെൻഡാണ്. ഹോമോജനിസ്റ്റ് ആവും ഒരിക്കലും. ഏതോ ഒരു ഡിസ്കഷൻ തന്നെയുണ്ട്, എന്തുകൊണ്ട് എല്ലാവരും ലാംഗ്വേജ് ഇംഗ്ലീഷ് അങ്ങ് വേൾഡ് വൈഡ് അഡോപ്റ്റ് ചെയ്തുകൂടാ. അപ്പോൾ അത്രയും കമ്മ്യൂണിക്കേഷനും എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് വളരെ സുതാര്യവും വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതായത് ലാറ്റിൻ അമേരിക്കയിലെ ഒരാളായിട്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ലോസ് ഓഫ് ക്ലാരിറ്റി ഇല്ലാണ്ട് എനിക്കൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ആശയങ്ങളും പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാനും ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഉരുത്തിരിയാനെല്ലാം കുറച്ചും കൂടി എളുപ്പമായിരിക്കുന്നു. അപ്പോൾ ഹോമോജനൈസേഷൻ സംഭവിക്കുക ആദ്യം കൾച്ചറിലാണ് തുടങ്ങുക. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രത്തോളം ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള സാധനമില്ലേ. പതിയെ അത് ഇപ്പം നമ്മളെ പിള്ളേർക്ക് നല്ല രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം NRI വിദേശത്തെല്ലാം ദുബായ് പഠിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ആൾക്കാർ വരെ ചില സാധനങ്ങൾ ഇമോഷൻ വല്ലാണ്ട് എക്സ്പ്രസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ കുട്ടികൾ ഇംഗ്ലീഷ് അച്ഛനമ്മമാരെ ഒന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പം ഗ്രാജുവലി മലയാളത്തിൻ്റെ പ്രസക്തി അങ്ങ് നഷ്ടപ്പെടൂലേ. ഇപ്പം പലതും വളരെ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ടാണ്. ഇപ്പം പിന്നെ ഓഫീസുകളിൽ ബ്യൂറോക്രസി അല്ലെങ്കിൽ ഒരു പേപ്പർ വർക്ക്സിൽ മലയാളം വേണം നിർബന്ധം പിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ പിടിച്ചെടുക്കേണ്ട കാര്യമില്ല. തമിഴൻസ് കുറച്ചുകൂടെ ഈ കാര്യത്തിൽ അവരുടെ ആ ഒരു ഇത് പ്രിസർവ് ചെയ്യാനും ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടാവില്ലേ. നമ്മള് ഒരു മനുഷ്യന്മാരുണ്ടായ കാലം തൊട്ടുള്ള ലാംഗ്വേജസ് പല ലാംഗ്വേജസ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഈ പ്രിസർവ് ചെയ്തില്ല എങ്കിൽ നീ ഇപ്പോൾ പറഞ്ഞ പോലെ ആരോ ആശയം മുന്നോട്ട് വെച്ചു ലോകം മുഴുവൻ ഇംഗ്ലീഷ് സംസാരിക്കാം. അതായത് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഒരു പിന്നെ ഇവിടുന്ന് വേറെ പിന്നെ ഒരു അയർലൻഡുകാരനടുത്തോ അല്ലെങ്കിൽ സ്പാനിഷിനടുത്തോ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല.
ഓട്ടോമാറ്റിക്കലി കൾച്ചർ ബാരിയർ എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാവും, ഓൾമോസ്റ്റ് എല്ലാം. നമുക്കപ്പോൾ നമ്മളിപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ബാലിയിൽ പോയി. പോകുന്നത് എന്തിനാ? അവിടുത്തെ ജോഗ്രഫി എക്സ്പ്ലോർ ചെയ്യണം, അവിടുത്തെ ഒരു കൾച്ചറൽ ഡിഫറൻസ് ആസ്വദിക്കാൻ വേണ്ടിയില്ലേ പോകുന്നു. ഇവിടെ ഈ നാട്ടിലുള്ള അതേപോലെ തന്നെ അവിടെ നിന്ന് പിന്നെ എനിക്ക് പോകേണ്ട ആവശ്യമില്ല. പതിയെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങോട്ടേക്ക് വരും. ടൂറിസം എന്ന് പറയുന്നത് നമ്മൾ ഓക്കെ അവിടെ പോയി അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, അവിടുത്തെ ജോഗ്രഫി, പിന്നെ അതുപോലെ ജോഗ്രഫി മാത്രമായിട്ട് മാറും. ഞാൻ ഉദ്ദേശിച്ച ട്രഡീഷൻസോ അല്ലെങ്കിൽ അവരെ കൾച്ചറൽ പ്രാക്ടീസസോ ഒന്നുമല്ല, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ ലാംഗ്വേജ് എന്നുള്ള ടൂളിന്റെ കാര്യമാണ്, ആസ് എ ടൂൾ. അത് മാറിക്കഴിഞ്ഞാൽ പതിയെ നമ്മളെ കൾച്ചറൽ ബാരിയർ ഫുള്ളായിട്ട് ബ്രേക്ക് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്ന കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ യു എസിൻ്റെ ഒരു ഫുഡ് കൾച്ചർ, അവരുടെ ഒരു ഇഷ്ടപ്പെട്ട സ്റ്റേപ്പിൾ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ കടന്നു കയറിയത് മെക്സിക്കൻ ഫുഡാണ്. അതൊരു പരിധി അപ്പുറം കടന്നു കയറി കഴിഞ്ഞാൽ പറഞ്ഞില്ലേ പിന്നെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. പ്രിസർവ് ചെയ്യണമെന്ന് വെച്ചാൽ നീ പറഞ്ഞ പോലെ ഭയങ്കര കമ്പൽസറി ആയിട്ട് പിന്നെ പ്രിസർവ് ചെയ്യണമെന്നല്ല. അല്ല, ഇത് ഇപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജപ്പാനീസ്, ചൈനീസ്, അവിടെയുള്ള ഈ പറയുന്ന കൺട്രീസ് ഒക്കെ വെച്ചാൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് അവർ എഞ്ചിനീയറിങ് കാര്യങ്ങളടക്കം അവരെ ഓൺ ലാംഗ്വേജിൽ തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ ടെക്, അവരുടെ മൊബൈൽസ്, അവരുടെ കമ്പ്യൂട്ടേഴ്സ്, അവരുടെ റോബോട്ടിക്സ്, എവറിത്തിങ് അവരുടെ എല്ലാ അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ബേസിക്കലി ജപ്പാനാണ് ജപ്പാനീസ്, ചൈനയാണ് ചൈനീസ്. അപ്പോൾ അതുപോലെ അവർ ചെയ്യുന്നത്. പക്ഷെ അവർ അതിൽ ഭയങ്കര സക്സസ്ഫുള്ളാണ്. ഞാനത് ഒരുപാട് കാര്യങ്ങൾ കേസസ് കണ്ടിട്ടുണ്ട് ആ ഒരു ഇതിൽ. അപ്പോൾ സ്വന്തം കാര്യത്തിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അതാണ് നമുക്കും അങ്ങനെ ഉണ്ട് എന്നെങ്കിൽ നമുക്ക് ചെയ്യാം. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ല. ഇപ്പം നമ്മള് തനതായ US ആൾക്കാർ എന്ന് പറയുന്നത് US ആൾക്കാരല്ല. അവിടുത്തെ ഏറ്റവും നേറ്റീവ്സ് എന്ന് പറയുന്നത് റെഡ് ഇന്ത്യൻസ് എന്നാ പറയപ്പെടുക. അവിടുത്തെ ട്രൈബ് അല്ലെങ്കിൽ ലാസ് വേഗസ് ആ ഒരു ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരാണ് റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നേറ്റീവ്സ്. കാണുന്ന കൊക്കേഷ്യൻ എന്ന് പറയുന്നത് ബാക്കി പല സ്ഥലങ്ങളിൽ നിന്നും കുടിയേറപ്പെട്ട ആൾക്കാരാണ് ഈ കൊക്കേഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എത്ര തന്നെ പിന്നെ പരിശ്രമിച്ചു കഴിഞ്ഞാലും ഇത് മെല്ലെ ഒരു ഡിസോൾവ് ആവും. ഇപ്പം നമ്മൾ തന്നെ കുറച്ച് മാറുന്നില്ലേ? നമ്മൾ തന്നെ നമുക്ക് ഒരു പിന്നെ പഴയ രീതിയിൽ നിന്ന് മാറി പിന്നെ പുതിയൊരു കംഫർട്ട് അല്ലെ പുതിയൊരു ഇത് കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് മാറി ചിന്തിക്കാൻ നമ്മളും. അല്ല, ഇത് എനിക്ക് ബേസിക്കലി തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലുള്ള ആൾക്കാരായാലും അവരുടെ ലാംഗ്വേജിന് അവർ കൊടുക്കുന്ന വെച്ചാൽ ഒരു ടുഗദർനെസ് ഫീൽ ചെയ്യാനും അവർക്ക് വേണ്ടുന്ന പല റൈറ്റ്സ് നേടിയെടുക്കാനെല്ലാം കൂടെ. ഇപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ ഹ്യൂമൻ ബീങ്സ് എപ്പോഴും നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ആവാൻ, കാരണം അതിലൊരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് കണ്ടിട്ട്. അപ്പോൾ ലാംഗ്വേജ് അതിന് ഏറെക്കുറെ സഹായിക്കുന്നുണ്ട്. കാരണം ഒരു ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ട് ഒരു ഏരിയയിലുള്ള ആൾക്കാർ ഒരു എന്താ പറയുക എല്ലാ അവർക്ക് ഒരാൾക്ക് ഗൾഫിൽ ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ മലയാളി സമാജം തുടങ്ങി. പിന്നെ അത് ഇപ്പം അതും കഴിഞ്ഞ് അതിപ്പം മലയാളി സമാജം വലുതായി ഇപ്പം ഓരോ ഏരിയ വെച്ച് തുടങ്ങി. പരിയാരം യൂണിറ്റ് ഉണ്ടാവും, തളിപ്പറമ്പ് യൂണിറ്റ് ഉണ്ടാവും, പയ്യന്നൂർ യൂണിറ്റ് ഉണ്ടാവും. അല്ല, ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഒരുപാട് ഇനിയും വളരാനുണ്ട്. നമ്മൾ പ്രോഗ്രസിങ് ആണ്. കാരണം നമ്മളുടെ തന്നെ സ്വഭാവം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബാരിയേഴ്സും. നമ്മളിപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ആയാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. കാരണം അത് ബേസിക്കലി എന്താ നമ്മൾ മനുഷ്യന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത് ടിപ്പിക്കൽ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ അത് ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, മനുഷ്യരൊക്കെ നന്നായി വരുവാന്ന് അത് സത്യമാണ്. കാരണം പഴയ ആൾക്കാർ ചെയ്യുന്ന ക്രൂരതയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ബെറ്ററാണ് ഇന്നുള്ള ആൾക്കാർ. അത് അങ്ങനെ വരുന്നുണ്ട്. മനുഷ്യ സഹജമായിട്ട് മനുഷ്യൻ്റെ ഉള്ളിലാണ് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എന്ത് കഴിഞ്ഞ് പരിശ്രമിച്ചു കഴിഞ്ഞാലും കുറച്ചിങ്ങനെ ഡിസോൾവ് ആവും. നമ്മൾ തന്നെ കുറച്ച് മാറുന്നില്ലേ? നമ്മള് 3 പേരും കാര്യം ഞാൻ പറയാം. നമ്മൾ ആരും മലയാളം മീഡിയത്തിൽ പഠിച്ച ആൾക്കാരല്ല. നമുക്കൊരു ഓപ്ഷൻ തന്നിരുന്ന പോലും നമ്മൾ മലയാളം ചൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മളാണ് ഇവിടെ ഒരു ചോയ്സ് തന്നു നമുക്ക്. നമ്മള് മലയാളം പഠിക്കാണ്ട് ഹിന്ദി എടുത്തപ്പോൾ സംസ്കൃതം കൂടെ വന്നിരുന്നു. നമ്മള് സംസ്കാരം എത്രയാലും കീപ്പപ്പ് ചെയ്ത് ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചാൽ തവനാമ കിം എന്ന് ചോദിച്ചാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ. എനിക്കതും അറിയാം. ഇവൻ പറഞ്ഞപ്പോ എനിക്ക് സാധനമൊക്കെ ഉണ്ട്. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഓക്കെ ലാംഗ്വേജ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ നമ്മളെ ഡ്രസ് കൾച്ചർ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ജനറേഷൻസിൽ വന്ന കുറെ കൂടി മാറ്റങ്ങൾ നമുക്ക് വേറെ പലതും ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഡ്രസ്സ് പോട്ടെ, നമ്മളൊരു ഹാപ്പിനെസ് ഇൻഡെക്സ് അതെങ്ങനെ എഫക്റ്റ് ആയി നിൽക്കുന്നത്? അത് ഞാൻ പറയാം. അത് ബേസിക്കലി നമ്മുടെ രാജ്യത്ത് നമ്മളിപ്പോൾ ഒരു സിറ്റിസൺ ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റൈറ്റ്സും അതേസമയം നമ്മൾ കുറച്ചും കൂടി ഡെവലപ്ഡ് നേഷൻ ആയിട്ടുള്ള ഇപ്പോൾ USA പോലെയുള്ള രാജ്യങ്ങളിൽ അവിടെയുള്ള സിറ്റിസൺസിന് കിട്ടുന്ന റൈറ്റ്സും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്.
നമുക്ക് ഇപ്പം ഒരു വണ്ടി എടുത്തിട്ട് നമുക്ക് കാട്ടിൽ പോയിട്ട് ക്യാമ്പ് ചെയ്തിട്ട് അത് നമ്മളെ വണ്ടി എടുത്ത് നമുക്കവിടെ ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ച ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാനില്ല നമുക്ക് ബേസിക്കലി ആ റൈറ്റ്സ് ഇല്ല. അതെന്തുകൊണ്ടാണ് നമ്മളെ ഗവൺമെൻറ് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മളത്ര കൾച്ചേർഡ് അല്ല, റെസ്പോൺസിബിൾ അല്ല. അതായത് നമ്മളവിടെ പോയാൽ അതിൽ കാര്യമുണ്ട് ഡെഫിനറ്റ്ലി. അങ്ങനെയില്ല, അമേരിക്കൻസ് അത്രയും റെസ്പോൺസിബിൾ ആണോ? ഞാൻ നീ പറഞ്ഞാലേ വലിയൊരു സംഭവം ആ ലോന്റെ ഇംപ്ലിമെന്റേഷൻ ഇല്ല. അതേപോലെ തന്നെ നമ്മളിപ്പോ ഗൾഫിൽ പോയ ഡ്രൈവിംഗ് വളരെ ഡീസന്റ്. ലോന്റെ ഇംപ്ലിമെന്റേഷൻ ഇവിടെ പൊളിറ്റിക്സ് കൊണ്ട് കുറേ കാര്യങ്ങൾ കറപ്റ്റഡ് ആണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ലോ തന്നെ ഓരോരോ ആൾക്കാർക്ക് കിട്ടുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. കുറച്ചും കൂടി പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നിയമം അതിനനുസരിച്ച് വഴങ്ങും. അതുപോലെ സാധാരണക്കാരുടെ അടുത്ത് എല്ലാ നിയമങ്ങളും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ ഗൺ പോളിസി, ഇപ്പം US ആർക്കും ഗൺ ഓൺ ചെയ്യാം. പിന്നെ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇറ്റ്സ് വെരി സ്ട്രിക്റ്റ്. നമ്മൾ ഈ ഗവൺമെന്റ് നമ്മളെ കാണുന്നത് പിന്നെ ഇങ്ങനെയാണെന്ന് പറയാൻ കുറേ ഒരു 90% കാരണം നമ്മുടെ ജനങ്ങൾ തന്നെയാണ്. അല്ല, ഞാൻ കണ്ടൊരു ഡിഫറൻസ് പോപ്പുലേഷൻ ആണ്. കാരണം നമുക്ക് ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിലെ എല്ലാവരെയും നമ്മൾ വളരെ മോറൽ ഇതിൽ ഇവൻ പറഞ്ഞ അതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് സൊല്യൂഷൻ അല്ല, ഏറ്റവും അൾട്ടിമേറ്റ് അഡ്രസ് ചെയ്യേണ്ടത് നമ്മൾ പോപ്പുലേഷൻ കുറഞ്ഞോ എങ്ങനെ വേണം നമുക്ക് റിസോഴ്സസ് ഒരാൾ ഉപയോഗിക്കുന്ന പറഞ്ഞില്ലേ, ഒരു റിസോഴ്സസ് 10 ആൾക്ക് ഡിവൈഡ് ചെയ്ത് നമുക്ക് 10 പേരെ നന്നായിട്ട് വളർത്താം, നമുക്ക് 100 പേരെ നന്നായിട്ട് വളർത്താൻ പറ്റില്ല. ഇന്നലെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഇന്നലെ ഞാൻ നമ്മളെ പിന്നെ തളിപ്പറമ്പ് അക്ഷയ് സ്വീറ്റ്സിന്റെ മുമ്പിൽ ഒരു സീബ്ര ക്രോസിംഗ് ഇല്ലേ, ജനങ്ങളുടെ കാര്യം പറയുന്നത് ഒരു അവയർനെസ്സിന്റെ കുറവ് അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ഓടിച്ച് അവിടെ എത്തി. അപ്പോൾ പിന്നെ ഒരു 60s ഒരു കപ്പിള്, ഒരാണുങ്ങളും പെണ്ണുങ്ങളും പിന്നെ അവിടെ വന്ന് നിന്നു. പൊതുവെ അങ്ങനെയാണല്ലോ, നമുക്ക് ആരും ഇവിടുത്തെ ആർക്കും സീബ്ര ക്രോസിംഗ് അപ്പുറം നോക്കാണ്ട് ക്രോസ് ചെയ്യാനുള്ള ധൈര്യമില്ല. കാരണം എപ്പാ വന്ന് ഇടിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ നിർത്തി കൊടുത്തു. പിന്നെ അവര് പൊക്കോട്ടെ എന്ന് വെച്ചാൽ അവരാളെന്ന് സോളറിലും, കാരണം അതെല്ലാം പോയിട്ട് പോകുന്നില്ല എന്ന് പണ്ടേ ഉള്ളൊരു മൈൻഡ് സെറ്റ്. അപ്പം ക്രോസ് ചെയ്യണമെന്നില്ല സംഭവമില്ല. ഞാൻ 2-3 ഹോണൊക്കെ അടിച്ചതിന് ശേഷം കണ്ടിട്ട് അവര് വരും. അപ്പൊ ഈ പ്രോസസ് നടന്നു കൊടുക്കുമ്പോൾ ബാക്കിന്ന് ആക്റ്റീവക്കാരനും ജീപ്പാനല്ലേ ഹോണടിച്ചോണ്ട് ഞാൻ ഇങ്ങനെ പോകണമെന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് അതിനേക്കാളും വയസ്സിൻ്റെ ഒരു ആള് വന്നിട്ട് പിന്നെ ആടുന്ന് അനങ്ങുന്നില്ല. ഞാൻ എത്ര ഹോൺ അടിച്ചു, ഞാൻ പിന്നെ അയാളെ കൂടെ പോയിക്കോട്ടെ എന്ന് കാത്തുന്നു. അയാൾ പോകുന്നേയില്ല. പിന്നെ എനിക്ക് നിർബന്ധിതമായിട്ട് നമ്മളെ കണ്ണൂരൊന്നുമില്ലെങ്കിൽ ഫുട്പാത്തിൽ ആൾക്കാർ നിർത്തി കൊടുക്കും പെഡസ്ട്രിയൻസ് ക്രോസ് ചെയ്യാൻ. പക്ഷെ കൊച്ചിയിലെ സ്ഥിതി അതേയല്ല. കൊച്ചിയിൽ നീ ഗ്യാപ്പ് നോക്കിയിട്ട് തന്നെ, നീ ഫുട്പാത്ത് ഉണ്ടെങ്കിൽ ഗ്യാപ്പ് നോക്കിയിട്ട് തന്നെ കിടക്കണം. 2 ദിവസം മുന്നേ ഒരു വിദ്യാർത്ഥി മരിച്ചില്ല ഭാഗ്യത്തിന്. പക്ഷെ പിന്നെ ആ CCTV ദൃശ്യത്തിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ആ കുട്ടി അങ്ങോട്ടും 2 സൈഡും നോക്കി വളരെ കെയർഫുൾ ആയിട്ടായിരുന്നു സീബ്ര ക്രോസിംഗ് ക്രോസ് ചെയ്യുന്നത്. ആ അറ്റത്തെത്താനും ഒരു ബസ് വന്നിടിച്ചു. ഭാഗ്യത്തിന് മരിച്ചിട്ടില്ല. അല്ല, നമ്മളെ ഹാപ്പിനെസ് ഇൻഡെക്സ് കുറിച്ച് പറയാം. നമ്മളൊക്കെ ജനറേഷൻ മാറി വന്നപ്പോൾ നമ്മൾ കൂടുതൽ കണ്ടന്റഡ് ആണോ, അത് എന്താണ് നമ്മളെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് എന്താണ്? എനിക്ക് തോന്നിയിട്ടുള്ളത് മൊബൈൽ ഫോൺ ഒരു പരിധിവരെ നമ്മളുടെ ഹാപ്പിനെസ് നശിപ്പിച്ചെന്നാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വർക്കും കാര്യങ്ങളായിട്ട് നമ്മളെ ക്ലയൻസും ആൾക്കാരൊക്കെ വിളിക്കുന്നത് ചിലപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു മാസമൊക്കെ ഒന്ന് മാറിയിരിക്കാൻ പറ്റുമെന്ന്. പക്ഷേ നമ്മളൊക്കെ ഒരു അല്ലെങ്കിൽ ടീനേജിൽ ഓക്കെ നമുക്ക് മൊബൈൽ ഉണ്ടായിരുന്നു. പക്ഷേ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഫോണില്ലാത്ത ആ ഒരു കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ബാരിയർ നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇപ്പം ഡെഫിനറ്റ്ലി ആ ഒരു ബാരിയർ ഉണ്ട്. അതേസമയം തന്നെ ഇപ്പോഴത്തെ എല്ലാ ടെക്നോളജി ആയിട്ടില്ല, നമ്മളിപ്പോൾ ഹൈ എൻഡ് ക്യാമറാസൊക്കെ യൂസ് ചെയ്തിട്ട് പലതും ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എൻജോയ് ചെയ്യുന്ന അതേ സമയത്ത് ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു ബാരിയർ അത് നമുക്ക് സൃഷ്ടിക്കുന്നു. ക്ഷമിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞ വരില്ലേ, അല്ല വെറുതെ ഇരിക്കുന്നില്ല ആർക്കും. ഇപ്പോഴത്തെ ആൾക്കാർക്ക്, ഇപ്പോഴത്തെ പിള്ളേർക്ക് എസ്പെഷ്യലി ഒരു 5-10 മിനിറ്റ് അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴത്തെ ആൾക്കാർ. ഇപ്പത്തെ നമുക്കും പണ്ട് ഈ നമ്മളെ സ്കൂള് അടച്ചു കഴിഞ്ഞാൽ നമ്മള് വെക്കേഷന് അമ്മയുടെ നാട്ടിൽ പോകുമല്ലോ. അപ്പോ പിന്നെ അവിടെ അന്ന് TV ഉണ്ടായിരുന്നില്ല. നമ്മളെ നിർബന്ധിച്ചിട്ട് അമ്മമ്മ വാങ്ങിയേ പേപ്പർ ഇടലുണ്ടായിരുന്നില്ല. അപ്പൊ ആടെ പോയി കഴിഞ്ഞാല് എവിടെയൊന്നും ഇല്ലാത്തൊരു സമാധാനം, ഒന്നും അറിയണ്ട. ഒരു വേറെ സ്ഥലത്ത് പോയ പോലെ ഒരു വിഷയമില്ല, കാത്തേക്കാൻ വിഷയമില്ല, എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫോൺ ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അറ്റ്ലീസ്റ്റ് ഫോണില് 1-2 ആപ്പെങ്കിലും കുറച്ചു കാലത്തേക്കെങ്കിലും മാറ്റി വെക്കുന്നതിന്
എനിക്കൊന്ന് കുറച്ച് ബിസിനസ് ക്ലാസ് ആൾക്കാർക്ക് ഇപ്പോൾ ആ ഒരു മെത്തേഡിലേക്ക് പോയിട്ടുണ്ട്. പലരും സ്മാർട്ട് ഫോൺസ് അല്ല യൂസ് ചെയ്യുന്നത്, അവർക്ക് ഇമ്പോർട്ടൻറ്റ് കോൾസ് മാത്രം അറ്റൻഡ് ചെയ്യാൻ. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഉണ്ടോ അല്ല, വാട്സപ്പ് ഒഴിവാക്കി അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് നമ്മൾ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പഴയ കാലം മിസ് ചെയ്യാറുണ്ടോ? ഡെഫിനറ്റ്ലി. അതായത് അത് വേൾഡ് വാസ് എ ബെറ്റർ പ്ലേസ് എന്നുള്ള സീനായിരുന്നു, അല്ല യു വർ എൻ ഇൻഫന്റ്, നിങ്ങൾക്ക് ഒരുപാട് അതാ. അതായത് നമ്മൾ കുറച്ചുകൂടെ ഹാപ്പിയർ ആയിരുന്നു. ആ ഹാപ്പിനെസിന്റെ റീസൺ ഞാൻ ചോദിക്കുന്നത്. അത് ജെന്യൂൻ ആയിട്ടുള്ള സാധനമായിരുന്നു, അല്ല യു ആർ മച്ച് മോർ എന്താ പറയുക ഫ്രീ, കെയർ ഫ്രീ എന്ന് പോകാൻ. ചിലപ്പോൾ അത് ചിലപ്പം ആ സമയത്തിലെ പിന്നെ അതും ആവേ, അത് പറയാൻ പറ്റില്ല. പക്ഷെ ഈ പറയുന്ന മെയിൻ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഒരു തിരക്കില്ലായ്മ അപ്പോഴെല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, എനിക്ക് തോന്നിയത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഒക്കെ പോകുന്നത് ഈ നൊസ്റ്റാൾജി റിലേറ്റഡ്, റെയിന്, പഴയൊരു വീട്, ഒരു ചായക്കട അല്ലെങ്കിൽ വയൽ, ഇതുപോലെയുള്ള വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അത് ഈ നമ്മുടെ ഈ മൈഗ്രേഷൻ തുടങ്ങിയ പിന്നെയുള്ള ഒരു അതായത് ഓസ്ട്രേലിയ, കാനഡ, അപ്പോൾ അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ മലയാളികൾ ഇപ്പോഴും ആ ഒരു ഗൃഹാതുരത്വം എന്നുള്ള ഒരു സാധനത്തിൽ തൂങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനത്തെ കണ്ടന്റ്സ് സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടി അത് നൊസ്റ്റാൾജി ആയിരുന്നില്ല, ദേ ആർ ലോങ്ങിങ് ഫോർ ദിയർ ഹോം എന്നുള്ള സീനാണ്. പക്ഷേ അവരെ അടുത്ത തലമുറ ഡെഫിനറ്റ്ലി പ്യൂർ എന്താണ് ബോൺ ആൻഡ് ബ്രെഡ് ഇൻ കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ടീംസ്. നമുക്ക് അടുത്ത പോഡ്കാസ്റ്റിന്റെ ടോപ്പിക് അതൊക്കെ നല്ല മാർക്കുണ്ടാവും. എനിക്ക് തോന്നുന്നു അത് ആ ജീവിതം ജീവിക്കുന്ന ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ബൗൺസ് ചെയ്യേണ്ട ഐഡിയാസ് ബൗൺസ് ചെയ്യുന്ന ഒരു കേസ്. നമുക്ക് ഒരിക്കലും ഇവിടെ ഇരുന്നിട്ട് ഇമാജിൻ ചെയ്തിട്ട് താഴെ കമൻസിൽ ഈറ്റിങ്ങൾ നീ പറയുന്ന യാതൊരു വിധവും ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാണ്ട് സംസാരിക്കുക. ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്. ഇൻസ്റ്റാഗ്രാം കണ്ടന്റ്സ് നൊസ്റ്റാൾജിയ പറഞ്ഞ് ശരിയാണ്. ഇപ്പം ഞാൻ തന്നെ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റും കുറേ നൊസ്റ്റാൾജി തന്നെയാണ് പഴയ. പക്ഷെ അതെന്ന് വെച്ചാൽ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ടൈം മെഷീൻ പോലെയാണ്. ഇപ്പം മറ്റേ ദേവാസുരത്തിലെ പാട്ട് കേൾക്കുമ്പോൾ മറ്റേ ഇതില്ലേ വാത്സല്യത്തിലെ ഉണ്ണിവാവും അല്ല, ഉണ്ണിവാവല്ല, താമരക്കണ്ണെന്ന് പറഞ്ഞു. ആ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴില്ലേ നമ്മള് അല്ല അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോകുമല്ലോ. തിരിച്ചു പോകുമ്പോൾ നമ്മളിപ്പം പണ്ടിപ്പോൾ എല്ലാവരും ടാക്സി തന്നെ ആകുക, എല്ലാവരും ടാക്സി ആക്കിയിട്ട് വരവും പോക്കലും ടാക്സി തന്നെ. അപ്പോൾ അധികം ഒരു ഡ്രൈവറിനെ ഉണ്ടാവുക, അവരുടെ വണ്ടിയിൽ തിരിച്ചു പോകുമ്പോൾ ഇപ്പോൾ ഈ പാട്ടായിരിക്കും. ഈ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഭയങ്കര ഒരു കണക്ട് തോന്നിയൊരു കണ്ടങ്ങനെ നമ്മള് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കില്ലായില്ലേ. ഇപ്പൊ ഹാർഡ് കോപ്പീസ് ആൾക്കാർ എഴുതി കൊടുക്കും എന്തെന്ന പാട്ട് വേണം. അല്ല, വിനീത് ശ്രീനിവാസൻ ഇപ്പൊ ഹൃദയത്തിലൊക്കെ ഓഡിയോ കാസറ്റ്സ് കൊണ്ടുവന്നില്ലേ, അതിപ്പം പുറത്തൊക്കെ ട്രെൻഡിങ് ആവുന്ന പറഞ്ഞേ. റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കാസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് റേഡിയോ ചെയ്ത പാട്ടിലും കറക്റ്റ്. പിന്നെ നമ്മളുടെ ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര പ്രത്യേകതയുള്ളൊരു ജനറേഷനാണ്. കാരണം നമ്മൾ ആ പാസ്റ്റിൽ ഈ അധികം ടെക്നോളജി ഇല്ലാത്തൊരു കാലഘട്ടത്തിലും ജീവിച്ചു. അതേസമയം ഇപ്പോഴത്തെ പിള്ളേരുടെ യൂസ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെയൊക്കെ ഓർമ്മയിൽ ഈ വയലിലൊക്കെ ആദ്യം കാലികൂട്ടലൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാം കംപ്ലീറ്റ് മെഷീൻസാണ്. അതുപോലെ ഈ കുന്നുകളിലൊക്കെ നിറയെ വീടുകൾ വന്നു. പിന്നെ അങ്ങനെ ജോഗ്രഫി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കളയാൻ സ്ഥലമില്ല. അല്ല, ഞാനിത് ആലോചിക്കും പലപ്പോൾ നമ്മൾ ജനറേഷന് പോലെ നമ്മൾ ചൈൽഡ്ഹുഡിൽ കണ്ട സാധനങ്ങൾ എടുത്ത് ഇപ്പോഴത്തെ പിള്ളേരെ കാണിച്ചാൽ ഇപ്പോൾ കാസറെല്ലാം എടുത്ത് ഇതെന്തിനായിരുന്നു ഇതിനെ കൊണ്ടുവന്ന കാര്യം. പക്ഷെ നമ്മളത് അന്ന് ആ പെൻസിലിട്ട് തിരിച്ചതും എല്ലാം ചോല കുടുങ്ങി പോകുമ്പം ഇപ്പം എല്ലാം ഒരു സാധനത്തിൽ അവർ ജീവിതം മൊത്തം, അതായത് സ്കൂളിലെ സ്റ്റഡി മെറ്റീരിയൽ മുതൽ അവർ എൻ്റർടൈൻമെൻറ്റ് മുതൽ അവർ മിസ് ചെയ്യുന്നുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ നമ്മളെക്കാട്ടി ഭയങ്കര സ്മാർട്ടറാണ് ആവുക ചെയ്യുക. പക്ഷെ അത് ഇമോഷണലി അവരെന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഹോസ്പിറ്റലിലെ യൂണിറ്റ് ഏതാണെന്നറിയാം? സൈക്കോളജി. പിന്നെ പുതിയൊരു കാര്യം ഇപ്പോൾ ആരായാലും ഇപ്പം എൻ്റെ അമ്മയായാലും ഇപ്പോൾ ഒരു ഷോർട്സും അതെല്ലാം കിട്ടി പിന്നെ അതിങ്ങനെ നോക്കാൻ തുടങ്ങുന്നുണ്ട്. അത് പഴയ ആൾക്കാർക്ക് ഇട്ട് കൊടുത്താൽ പ്രത്യേകിച്ച് നമ്മുടെ അമ്മയുടെയൊക്കെ ജനറേഷനിലെ ആ ആൾക്കാർക്കൊക്കെ ഫോണ് ഭയങ്കര പിള്ളേരെ പോലെ തന്നെ ഓൾമോസ്റ്റ്. സൈക്കോളജി വാർഡാണ് ഏറ്റവും തിരക്ക് കൂടിയ വാർഡ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഫ്രണ്ട്ഷിപ്സ് ഇല്ലേ, ഇന്നും പാരൻസ് ഉണ്ട്, ഇന്നും ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്. പോട്ടെ, പാരൻസ് ഫോണിലൊന്നിരിക്കുക, ഫ്രണ്ട്സ് പുറത്ത് പോകുന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്.
വാട്ട് ചേഞ്ച്ഡ് എന്താ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അല്ല എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ ചില കണ്ടന്റിലൊക്കെ കണ്ടതാണ്. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് എന്ന് പറഞ്ഞാൽ ഓരോ റീൽസിനും ഓരോ ഇമോഷൻസാണ്. ചിലത് സീരിയസ് ആയിട്ടില്ലേ, നമ്മുടെ തോമസ് ഒക്കെ ചെയ്യുന്ന പോലെ കരയിപ്പിക്കുന്ന റീൽസ് ഉണ്ടാവും, ചിലത് ചിരിപ്പിക്കുന്ന റീൽസ് ഉണ്ടാവും. പല ഇമോഷൻസിലൂടെ കുട്ടികൾ ഇൻസ്റ്റൻ്റ്ലി കടന്നു പോകുമ്പോൾ അത് അവരുടെ ബ്രെയിനിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന സ്റ്റഡീസ് പറഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കര റീസണാണ് ഇൻസ്റ്റാ റീൽസ് കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യുന്നത്. നമുക്ക് ഈ ഇൻസ്റ്റന്റ് ആയിട്ട് പല മൂഡ് സ്വിങ്സ്, ഡോപ്പമീൻ ഓവർഡോസ് സംഭവം തന്നെ സമയക്കുറവ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പൊ പണ്ട് വിറക് നമ്മൾ വെട്ടണം, ചിലപ്പം അലക്കണം, പിന്നെ ബാക്കി ഇങ്ങനെ ഹൗസ് ഹോൾഡ് ചോർസ് എല്ലാം നമ്മൾ ചെയ്യണം. ഇന്ന് അതിനെ റീപ്ലേസ് ചെയ്യാൻ മെഷീൻ വന്നു. ഇപ്പം അലക്കുന്നതിന് പകരം വാഷിംഗ് മെഷീൻ വന്നു. നമുക്ക് അത്ര 2 മണിക്കൂർ ലാഭം കിട്ടി വെച്ചോ, നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാ. അത് ഇറ്റ് ഈസ് ഫിൽഡ് ബൈ സം അതർ ആക്ടിവിറ്റി. നമ്മളായിട്ട് ഫില്ല് ചെയ്യും, അല്ലെ എങ്ങനെ കയറ്റം നമ്മളെ മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം നമുക്ക് ആ നമ്മൾ ലാഭിച്ച് 2 മണിക്കൂർ കിട്ടിയായില്ല. അപ്പം അങ്ങനെ നോക്കി നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ എന്നാൽ ഇനി അതിന് വേറൊരു ആക്ടിവിറ്റീനെ പിന്നെ കുറക്കാൻ വേണ്ടി നമ്മൾ വേറൊരു സഹായം തേടി കഴിഞ്ഞാൽ ആ സേവ് ചെയ്യുന്ന ടൈമും ഇറ്റ് വിൽ ബി ഫിൽഡ് ബൈ സം അതർ ആക്ടിവിറ്റി. നമുക്ക് ആ ടോളറൻസ് ഇല്ല. ബേസിക്കലി അതാണ് പ്രശ്നം. എല്ലാ സാധനങ്ങളും ഷോർട്ടായി. ഇപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ആയാലും മുമ്പൊക്കെ നമ്മൾ 1 മിനിറ്റ് 2 മിനിറ്റ് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിരിക്കും. ഇന്നത് 10 സെക്കൻഡ് 15 സെക്കൻഡ് മാത്രമേ ഒരാൾക്ക് കണ്ടിരിക്കാൻ പറ്റൂ. സിനിമാറ്റിക് അഡ്വർടൈസ്മെൻറ്റ്സ് അതുപോലെ അതിൻ്റെയൊക്കെ ഒരു ഈറ ഓൾമോസ്റ്റ് എൻഡായി. നമുക്ക് വരച്ചുണ്ട് എനിക്കും തോമസിനും. നമ്മളും എന്തെങ്കിലും ആക്ടിങ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണല്ലോ. ഇത് ഭയങ്കര പ്രാക്ടീസാണ്. ഡബിങ്ങിൻ്റെ പ്രാക്ടീസാണ്, ആക്ടിങ്ങിൻ്റെ പ്രാക്ടീസാണ്, എല്ലാം നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്ന നമ്മൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതും വളരെ ഭംഗിയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നൊരു ടോപ്പിക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തില്ല, ഞാനും പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ആ ഒരു ടോപ്പിക്കിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് പോകുന്നതിന് ആ പറഞ്ഞ് തുടങ്ങിയ പോയിന്റ്സ് തന്നെ അങ്ങ് അരുൺ പ്രിപ്പയർ ചെയ്തതിന് നമുക്ക് സംശയമുണ്ട്. അടുത്ത പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ ടോപ്പിക്ക് പിന്നെ നിശ്ചയിക്കൂല കേട്ടോ. നമ്മൾ ആ ചിലപ്പോൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ ടോപ്പിക്ക് ഫൈനലൈസ് ആവുക. അപ്പം ഇങ്ങനെ ഈ ഒരു ലൈൻ തന്നെയായിരിക്കും നമ്മൾ പോവാം. പിന്നെ തീർച്ചയായും നമുക്ക് ഗസ്റ്റിനെ വിളിക്കണം. ഗസ്റ്റ് വരും. പിന്നെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഇത്രയും അൾട്രാ സെലിബ്രിറ്റീസ് അല്ല എങ്കിൽ കൂടി ചിലപ്പം നമ്മളെ ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ അവർക്കൊരു അതിൻ്റെ അവരുടെ ഏരിയയിൽ സ്പെഷ്യലൈസേഷൻ ഉള്ള ആൾക്കാർക്കും രസമുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീണ്ടും അടുത്തൊരു ഈവനിങ്ങിൽ കാണുന്നത് വരെ ബൈ ബൈ ഫ്രം പ്രദീപ്, അരുൺ. അപ്പോൾ അത്രയേ ഉള്ളൂ. You've been listening to Weekend Vibes from Illuminati. Make sure to follow us on Spotify and subscribe to Weekend Vibes YouTube channel. Thanks for listening.